ഹായ് ഫ്രണ്ട്സ്, വെക്കേഷനായിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് മോള് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് അവസാനം ഫൈനലൈസ് ചെയ്തൊരു സ്ഥലമാണ് സിംഗപ്പൂർ. നമ്മുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ ആ ഒരു ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒരു കൃഷി ചാനലിൽ ഒരു ട്രിപ്പിൻ്റെ കാര്യം എന്തുകൊണ്ട് പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അതിൻ്റെ ഉത്തരം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം നമ്മുടെ ഒരു 5 ദിവസത്തെ ആ ഒരു ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മിക്കവാറും ഫോട്ടോസൊക്കെ ആയിരിക്കും, കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട്. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു എന്ന് തന്നെ പറയാം. ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മൾ 3 ഫ്രണ്ട്സും ഫാമിലി ആയിട്ടാണ് പോയത്. ഇത് നമ്മൾ 10-20 വർഷമായിട്ടുള്ള കൂട്ടുകാരാണ്. തിരുവനന്തപുരത്ത് നിന്ന് 11:10 ഡയറക്റ്റ് സ്കൂട്ട് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ആയിരുന്നു. അവിടുത്തെ 6:30 ആയപ്പോഴേക്കും എത്തി. ഒരു 4-4.25 മണിക്കൂറുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ ദൂരെ കാണുന്ന സിംഗപ്പൂരാണ്. ഏകദേശം പുലർച്ചെ ആയപ്പോൾ നമ്മളവിടെ എത്തി. അവിടെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി ഉണ്ടായിരുന്നു. ഒരു പാക്കേജ് വഴിയാണ് പോയേ. നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സിറ്റിയാണ് സിംഗപ്പൂർ, നമുക്കറിയാം. അതിരാവിലെയുണ്ട് നമ്മൾ കൂടുതൽ കണ്ടത് ട്രക്കുകളാണ്. മെയിനായിട്ട് ഈ ക്ലീൻ ചെയ്യാനോ പോകുന്ന പോലുള്ള ട്രക്കുകളാണ്. ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് പുറത്തോട്ടൊക്കെ ഇറങ്ങി ആ ഹോട്ടലിന് ചുറ്റുപാടൊക്കെ ഒന്ന് കറങ്ങി കണ്ടു. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള വെയിറ്റിംഗ് സമയം നമ്മൾ ആ ഹോട്ടലിന് ചുറ്റുപാടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു. സിംഗപ്പൂർ പിന്നെ എങ്ങോട്ട് നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ലൊക്കേഷൻസാണ്. കുറച്ചങ്ങോട്ട് നടന്നപ്പോഴേക്കും ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കണ്ടു. നമ്മൾ അതിൻ്റെ മുന്നിലും പോയി ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ പേര് ഞാൻ വീഡിയോയിലിട്ടേക്കാം. സിംഗപ്പൂർ യാത്രയിലെ ഫസ്റ്റ് ദിവസത്തെ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫ്ലവർ ഡോമും ക്ലൗഡ് ഫോറസ്റ്റും. ബസ് വന്ന് ഇറങ്ങി ആദ്യം കാണുന്ന ഫീലിന് നമ്മളൊരു കാടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങിയ പോലെയാണ്. അത്രയ്ക്ക് മനോഹരമായ ഒരു ഗാർഡനാണിത്. ആ ഗാർഡൻ്റെ നടുക്കായിട്ടാണ് ഈ 2 ഗ്ലാസ് കൊണ്ടുള്ള ഗ്രീൻ ഹൗസ് ഉണ്ടാക്കിയിരിക്കുന്നത്. എയർ കണ്ടീഷൻഡാണ്. ഇതാണ് ടീം. ഫസ്റ്റ് കാണുന്ന പച്ച ഷർട്ടിട്ടത് ബാലഗോപാൽ, പിന്നെ അവരുടെ ഫാമിലി. രണ്ടാമത്തുള്ള പച്ച ഉടുപ്പിട്ടത് പ്രശാന്തും ഫാമിലിയും, പിന്നെ നമ്മൾ 3 പേരും. നമ്മൾ ആദ്യം എത്തുന്നത് സിൽവർ ഗാർഡൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ 3 വലിയ ട്രീസ് ഉണ്ട്. കണ്ടില്ലേ, മെറ്റൽ കൊണ്ടുള്ള വലിയ സ്ട്രക്ചേഴ്സാണ്. അതിൻ്റെ മുകളിലേക്ക് നിറയെ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു വലിയൊരു വെർഷൻ അപ്പുറത്തുണ്ട്, സൂപ്പർ ട്രീ ഗ്രോ എന്ന് പറഞ്ഞിട്ട്. അവിടെ വൈകുന്നേരമാണ് ലൈറ്റ് ഷോ ഒക്കെ. ഇവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ലൈറ്റായിട്ട് ഫുഡും കഴിച്ചിട്ട് ഫസ്റ്റ് അട്രാക്ഷൻ കാണാൻ പോവാണ്. ടിക്കറ്റ്സൊക്കെ പാക്കേജ് വഴി നമ്മൾ ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയമാകുമ്പോഴേക്കും ആ ടൂർ ഓപ്പറേറ്റേഴ്സ് നമ്മുടെ ഫോണിലേക്ക് വാട്സപ്പായിട്ട് ആ PDF അയച്ചു തരും. അതിനകത്തുള്ളൊരു QR കോഡ് സ്കാൻ ചെയ്ത് നമ്മളങ്ങ് കയറിയാൽ മതി. കയറിയാൽ തന്നെ നമ്മൾ കാണുന്നത് ഭയങ്കര വിശാലമായിട്ടൊരു ഗാർഡനാണെന്നോ കാടാണെന്നോ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു എന്ന് നമുക്ക് അതിശയം തോന്നുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ്. അതിനകത്ത് വലിയ വലിയ മരങ്ങൾ, പനകൾ, എന്തെന്നില്ലാത്ത ചെടികൾ, ഒരു രക്ഷയുമില്ല. അപ്പോഴേക്കും തന്നെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ക്ലാസ്സിൽ വെള്ളം വീഴുന്ന കാണാമായിരുന്നു. നമ്മൾ പുറത്ത് നിന്നപ്പോൾ തന്നെ നന്നായിട്ട് കറുത്തിരുണ്ട് വന്നതാണ്. ഈ കാണുന്നത് ഐവി പ്ലാന്റാണ്. നമ്മൾ നേരത്തെ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്, നേരിട്ട് കാണാൻ പറ്റി. ഇത് ജെറേനിയം എന്ന് പറഞ്ഞൊരു ഫ്ലവറാണ്. ഇതിൻ്റെ പേര് കേപ്പ് പ്രൈം റോസ് ആണ്. ഇതുപോലെ ഇഷ്ടം പോലെ ചെടി. ഇതേ കണ്ടില്ലേ, ഒരു വെള്ള കളർ ചെടി. ഇത് നമ്മുടെ മിൻറ്റ്, നമ്മുടെ സ്വന്തം മിൻറ്റ്. പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഇഷ്ടം പോലെ ലൊക്കേഷൻസ്. പിന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ചെടിയുടെ പേരാണ് ജെറേനിയം മാഡറൻസ്. പിന്നെ ഇതുപോലെ ഇഷ്ടം പോലെ പല വെറൈറ്റി പൂക്കൾ. ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇൻസ്റ്റയിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് എല്ലാം കൂടെ ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞുതരാൻ എനിക്ക് ഓർമ്മയില്ല, പറഞ്ഞുതരാൻ പറ്റത്തില്ല. ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് നമ്മളതെല്ലാം കണ്ട് അതിശയിച്ച് നടക്കുമ്പോഴേക്കും അങ്ങനെ നടക്കുകയായിരുന്നു. എൻ്റെ മുകളിലത്തെ നിലയിൽ, അതായത് 2 നിലയുണ്ട്. അതിൽ മുകളിലത്തെ നിലയിൽ ഫുള്ള് സക്ലൻസ്, കാക്ടസ്, അങ്ങനത്തെ സാധനങ്ങളാണ്. എന്തെല്ലാം വെറൈറ്റി ഫ്ലവേഴ്സൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഇതിലൊരിക്കലെങ്കിലും പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു ചെടിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്കും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിനൊക്കെ ഓരോരോ മൈക്രോ ക്ലൈമറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ അതിനകത്ത് പലയിടത്ത് പോകുമ്പോഴേക്കും പല രീതിയിലുള്ള ടെമ്പറേച്ചർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഓറഞ്ച് ഉണ്ട്, പിന്നെ ശരിക്കുള്ള ഓറഞ്ച് ഉണ്ട്, പിന്നെ ഒലിവ് ട്രീസൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ളൊരു ഒലിവ് ട്രീസൊക്കെ അതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു. കാക്ടസിൻ്റെയും സക്കുലൻസിൻ്റെയൊക്കെ ഭയങ്കര വിശാലമായൊരു കളക്ഷൻസ്. ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലാണ്. നമ്മൾ ഒരെണ്ണം കണ്ടിട്ട് നെക്സ്റ്റ് വരുമ്പോഴേക്കും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്ലാന്റ്. ആ ഒരു അറേഞ്ച്മെൻറ്റിന് പ്രത്യേക സ്റ്റൈൽ തന്നെയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. നേരിട്ട് കാണുന്നൊരു ഫീൽ ഒരിക്കലും നമുക്ക് ഈ വീഡിയോയിൽ കിട്ടത്തില്ല. നേരിട്ട് തന്നെ കാണണം. ഇതെല്ലാം നിൽക്കുന്നത് ഒരു ഗ്ലാസ് ഹൗസിനകത്താണെന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ്.
ഇത് കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒലിവ് ഗാർഡൻ. ആ മരം നിൽക്കുന്നുണ്ടല്ലേ, നല്ല സ്റ്റൈലൻ മരമാണ്. ഒലിവിൻ്റെ തടിക്കൊരു പ്രത്യേക സ്റ്റൈലാണ്, വളഞ്ഞ് വളഞ്ഞ് നിൽക്കുന്ന സ്റ്റൈൽ. പിന്നെ അതിൻ്റെ ലീവ്സും കൂടെ ചേരുമ്പോഴേക്കും നല്ല ഭംഗിയുള്ളൊരു മരമാണ്. ഇതതിൻ്റെ മേളത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ്. കണ്ടില്ലേ, അവിടെയൊക്കെ ഇഷ്ടം പോലെ ഫ്ലവേഴ്സാണ്. ടുലിപ്സ് പ്ലാന്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയ ഇതിനകത്തുണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ആ ടുലിപ്സിനകത്ത് നമ്മൾ നോക്കുമ്പോഴേക്കും മൊട്ടുകൾ വന്നിങ്ങനെ നിൽക്കുകയാണ്. 2-3 ദിവസത്തിനകത്ത് വിരിയുന്ന രീതിയിലുള്ള മൊട്ടുകളായിരുന്നു. നമുക്കത് ജസ്റ്റ് മിസ്സായി. നമ്മുടെ അടുത്ത 2-3 ദിവസത്തെ ട്രിപ്പിൽ ഒരു മെട്രോയിൽ കയറിയപ്പോഴേക്കും അതിനകത്ത് ഈ ഒരു ഫ്ലവർ ഡോമിൻ്റെ ആഡ് വെച്ചിട്ടുണ്ട്. അതായത് ടുലിപ്സ് ഫ്ലവേഴ്സ് വിരിയുന്ന സമയമാണ്. അപ്പോൾ അതിനൊരു പ്രത്യേക അട്രാക്ഷനായിട്ട് അവരത് മാർക്കറ്റ് ചെയ്തിട്ട് മെട്രോയിൽ അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ ജസ്റ്റ് ടുലിപ്പ് ഫ്ലവേഴ്സ് മിസ്സായി. എന്നാലും നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും ഫ്ലവേഴ്സും ചെടികളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റി. ഇത് കൂടാതെ കുറേ ഇൻസ്റ്റലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ല, അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറച്ച് സക്കുലൻസ് ആണ്. കുറച്ചെന്നല്ല, ഒരു 500 വെറൈറ്റി സക്കുലൻസ് എങ്കിലും കണ്ടിട്ടുണ്ടാവും നമുക്ക് പറയാം. കാക്ടസും സക്കുലൻസും ഇത് വെച്ചേക്കുന്ന സ്റ്റൈലുണ്ട്. നമ്മളിങ്ങനെ നടന്നു പോകുന്ന പാത്തിൻ്റെ 2 സൈഡിലായിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. ലെഫ്റ്റിലോട്ട് നോക്കിയാലും റൈറ്റിലോട്ട് നോക്കിയാലും ഡിഫറെൻറ്റ് സാധനങ്ങളാണ്. മൊത്തം വെച്ചിട്ടുള്ളതിനകത്ത് ഒരു 10% മാത്രമേ നമ്മൾ കണ്ടിട്ടുണ്ടാവൂ, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. അത്രത്തോളം ചെടികളുണ്ട്. അതിൽ തന്നെ നമുക്കിപ്പോൾ ഓർമ്മയുള്ളത് ഒരു 5% താഴെയുള്ള ചെടികൾ മാത്രമേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അത്രത്തോളം വിശാലമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഗാർഡൻ, ഇൻഡോർ ഗാർഡൻ സ്പേസാണ് ഈ ഒരു ഫ്ലവർ ഡോം എന്ന് പറയുന്നത്. ഇതേ മരങ്ങൾ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല വലിപ്പവും നല്ല ഹൈറ്റും ഉള്ള മരങ്ങളാണ്. ഇത് നിൽക്കുന്നത് ഒരു ഗ്ലാസ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ 2ാമത്തെ നിലയിലാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. നടന്ന് കണ്ടപ്പോഴേക്കും തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ടയർഡായി. ഇതുപോലൊരു ബിൽഡിങ്ങാണ് നമ്മൾ അപ്പുറത്ത് കാണുന്ന ക്ലൗഡ് ഫോറസ്റ്റ്. അതിനകത്തും ഫുള്ള് ചെടികളാണ്. അതിനകത്ത് ഇതുപോലെ തന്നെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഉടനെ തന്നെ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മൾ ഒരുപാട് ഹൈഡ്രോപോണിക് കൃഷി റിലേറ്റഡ് വീഡിയോസാണ് ഇടുന്നത്. പക്ഷേ നമ്മുടെ ചെടികളെ പറ്റി എന്ത് കണ്ടാലും നമ്മൾ ഇതുപോലെ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ.